പഞ്ചായത്ത് പരിധിയിൽ ഒരു മിനി സ്റ്റേഡിയം ഉണ്ടാകണമെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന പഞ്ചായത്തുകളിൽ പദ്ധതി നടപ്പിലാക്കാൻ പ്രതിസന്ധികളേറെയാണ്. വരുമാനം കുറഞ്ഞ പഞ്ചായത്തുകളിൽ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ ധനസഹായം ലഭ്യമാക്കണമെന്നാണ് പഞ്ചായത്തുകളുടെ നിലപാട്. സ്പോർട്സ് കൗൺസിലിൻ്റെയൊക്കെ തീരുമാനമെന്ന് പറയുന്നത് എല്ലാ പഞ്ചായത്തുകളും കളിസ്ഥലം വേണമെന്നുള്ളത് നിർബന്ധമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തികമായി പരാധീനതയുള്ള പഞ്ചായത്തുകളുടെ കൂട്ടത്തിലാണ് റാന്നി ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ തീർച്ചയായും അത് വെച്ച് നോക്കുമ്പോൾ സർക്കാരിൻ്റെ സഹായങ്ങളുണ്ടെങ്കിൽ തരിശുഭൂമികൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് സ്റ്റേഡിയം നിർമ്മിക്കുവാനായി സാധിക്കും. റാന്നി താലൂക്കിലെ 12 പഞ്ചായത്തുകളിൽ പഴവങ്ങാടി, അയിരൂർ, വടശ്ശേരിക്കര എന്നീ പഞ്ചായത്തുകൾക്ക് മാത്രമേ സ്വന്തമായി മിനി സ്റ്റേഡിയമുള്ളൂ. കായിക യുവജനകാര്യ വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് പഞ്ചായത്തുകൾ തനത് ഫണ്ട് ചെലവഴിച്ച മിനി സ്റ്റേഡിയവും വാർഡുകളിൽ പൊതുകളിസ്ഥലവും നിർമ്മിക്കണമെന്നാണ് വകുപ്പുതല നിർദ്ദേശം. ഇതിനായി ഭൂമി ലക്ഷങ്ങൾ വില കൊടുത്ത് ഏറ്റെടുക്കേണ്ടതായി വരുമെന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. തനത് ഫണ്ട് കുറവുള്ള പഞ്ചായത്തുകൾ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമി എങ്ങനെ വാങ്ങാൻ കഴിയുമെന്ന ആശങ്കയിലാണ്. റാന്നി പഞ്ചായത്ത് മന്ദിരം തിരുവാഭരണ പാതയോട് ചേർന്ന ഭൂമി കണ്ടെത്തിയെങ്കിലും സ്വകാര്യ ഭൂമി വിലക്കെടുക്കുവാൻ ലക്ഷങ്ങൾ നൽകേണ്ടി വരും. പഞ്ചായത്ത് തലത്തിൽ സ്പോർട്സ് കൗൺസിലുകൾ രൂപീകരിച്ചുകൊണ്ട് പദ്ധതി അടുത്ത 5 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കണമെന്നാണ് അടുത്തിടെ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത്. നമ്മുടെ റാന്നി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പൊതു കളിസ്ഥലം എന്ന് പറയുന്നത് നിലവിലില്ല. നമുക്കുള്ള ഗ്രൗണ്ടുകളിൽ പല പരിമിതികളുമുണ്ട്. നിരവധി കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിൽ റാന്നിയുടെ സംഭാവന വളരെ വലുതാണ്. പക്ഷേ ഇന്നേ നാൾ വരെ നമുക്ക് പഞ്ചായത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തു നിന്ന് നല്ലൊരു സപ്പോർട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ മാനസികവും കായികവുമായ ആരോഗ്യം യുവാക്കളിൽ നിലനിർത്തുക എന്നതാണ് പദ്ധതി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ലക്ഷ്യം കൈവരിക്കാൻ സർക്കാർ ധനസഹായം കൂടിയേ തീരൂ എന്നാണ് പല പഞ്ചായത്തുകളുടെയും നിലപാട്. സീ മലയാളം ന്യൂസ്, പത്തനംതിട്ട. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.